ഓക്കെ, താങ്ക് യു. അങ്ങളുടെ പേരറിയോ? പറഞ്ഞേ, അങ്ങളുടെ പേരെന്ന് പറഞ്ഞേ. ഞങ്ങളുടെ പേരെന്താ അറിയാമോ? എങ്ങനെ അറിയാന്നേ? ഞങ്ങളൊരു ഉമ്മയും കൂടെ പറയാം. ഓക്കെ, എല്ലാം പ്രാർത്ഥന ഉണ്ടാവണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മത്സരം നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലാണ്. അവിടുത്തെ ഇടത് സ്ഥാനാർത്ഥി അംശു വാമദേവൻ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ഉണ്ട്. അങ്ങനെ പ്രചാരണം മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം കുറേ പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായി. അത് ഏതെങ്കിലും തരത്തിൽ താങ്കളുടെ ഒരു വിജയത്തെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും? ഒരിക്കലുമില്ല. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനിപ്പോൾ ഫീൽഡിലുണ്ട്. വീടുകളിലെല്ലാം രാവിലെ വൈകുന്നേരം ഒക്കെ വീടുകളിലെല്ലാം കയറുകയാണ്, എല്ലാവരും കാണുകയാണ്. അത്തരത്തിലുള്ളതൊന്നും ഈ വാർഡിനെ ബാധിച്ചിട്ടില്ല. പിന്നീട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം ഈ വാർഡിലുള്ളത്. 2000-ലാണ് ഈ വാർഡ് രൂപീകരിക്കുന്നത്. ആ 2000 രൂപീകരിക്കുമ്പോൾ ആദ്യ കൗൺസിലറായിരുന്ന ശ്രീ വിനോദ് കുമാർ മാലി മുതൽ പിന്നീട് ഈ നഗരത്തിന്റെ മേയർ തന്നെയായ അഡ്വക്കേറ്റ് കെ ചന്ദ്രിക, പിന്നെ ശ്രീമതി ആർ ഗീതാ ഗോപാൽ, പിന്നീട് മരണപ്പെട്ടു പോയ ടി.പി. റിനോയ്, പിന്നീട് അതിനെ തുടർന്ന് വന്ന ശ്രീ അജിത് രവീന്ദ്രൻ, ഇവരിവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഒരു വികസന മാതൃകയുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം. നമ്മൾ ഇറങ്ങുന്ന ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ആളുകൾ നൽകുന്ന വിശ്വാസം അതാണ്. കൂടാതെ കേശവദാസപുരത്തെ ഒരു കൗൺസിലറായിരുന്നു എന്ന നിലയിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് കഴിയും എന്നുള്ള ആത്മവിശ്വാസവും. അതാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം. അതാണ് കൗൺസിലർ എന്നുള്ള നിലയിൽ ആളുകൾക്ക് വേണ്ടത്. വഴി, അതുപോലെ തന്നെ വെളിച്ചം, വെള്ളം, ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്കകത്ത് അവരോടൊപ്പം നിൽക്കാൻ തയ്യാർ, അവർക്കാണ് അവർ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ മറ്റു കാര്യങ്ങളൊന്നും അതിനകത്ത് ശ്രദ്ധിക്കാറില്ല. വളരെ ആത്മവിശ്വാസത്തിലാണ് ഞാനും പ്രവർത്തകരും. ഓരോ ദിവസം കഴിയുന്തോറും ആത്മവിശ്വാസം കൂടി തന്നെയാണ് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ സൗന്ദര്യമുള്ള ഒരു കാര്യമാണ്. ആ ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തിൽ എല്ലാവരും മത്സര രംഗത്ത് വരണം. പ്രത്യേകിച്ച് യൂത്ത് വരണമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഒരുപാട് സീനിയേഴ്സ് നിൽക്കുമ്പോഴാണ് ഒരു യൂത്ത് എന്നുള്ള നിലയിൽ എന്നെ കേശവദാസപുരത്ത് പരിഗണിക്കുന്നത്. അപ്പോൾ അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത്തരം ആളുകളെ പരിഗണിക്കണം. എല്ലാവരും മത്സരിക്കും. ജനങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാനുള്ള പ്രബുദ്ധത ജനങ്ങൾക്കുണ്ട്. ആരാണ് അവർക്ക് വേണ്ടതെന്നുള്ള ജനങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് ആ വിവാദങ്ങളൊന്നും ഇല്ല. ഞാൻ പറയുന്ന ഈ വ്യക്തിക്കുൾപ്പെടെ വിജയാശംസകൾ നേരുകയാണ്. എല്ലാവരും മത്സരിക്കണം. പക്ഷേ ആര് ജനപ്രതിനിധിയായി വന്നാലും ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആശംസയുടെ ആവശ്യം അല്ല, എല്ലാവരും, ഞാൻ പറഞ്ഞത് എല്ലാവരും വിജയിക്കുന്നതിനാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. എല്ലാവരും നന്നായി മുന്നോട്ട് വരണം. നമുക്ക് ജനാധിപത്യത്തിനായിരിക്കണം അന്തിമ വിജയം എന്നുള്ളതാണ്. വികസന പ്രവർത്തനങ്ങൾ അത് വോട്ടായി മാറും എന്നുള്ളതാണ് അംശു വാമദേവൻ വ്യക്തമാക്കുന്നത്. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.